എനിക്കിപ്പോ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് ഒഴിയില്ലെങ്കിൽ എന്താ ചെയ്യുക? എന്താ അടുത്ത നടപടി? അത് നമുക്ക് പതുക്കെ നോക്കാം, ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചേ ഉള്ളൂ. അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. മേയർ ആയിരുന്നുവെങ്കിൽ എനിക്ക് ആ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന് മാറി. ആര് പറഞ്ഞു? അത് അദ്ദേഹം ഒന്ന് പറയട്ടെ, കാണിക്കട്ടെ, കേൾപ്പിക്കട്ടെ. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അതിന്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ട്. മുഴുവൻ ഓഡിയോ റെക്കോർഡിംഗ് നിങ്ങൾ കേൾക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രശാന്ത് പറയുന്നതിനോട് എനിക്ക് എംഎൽഎക്ക് മുകളിലല്ല വാർഡ് കൌൺസിലർ, എംഎൽഎക്ക് മുകളിലല്ല വാർഡ് കൌൺസിലർ, എംഎൽഎക്കാണ് കൂടുതൽ സ്പേസ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ന്യായം. എംഎൽഎക്ക് ഒരുപാട് എംഎൽഎ ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും. കൌൺസിലർക്ക് അങ്ങനെയല്ല. കൌൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എംഎൽഎക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും. എംഎൽഎ ക്വാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട്. ഈ കൌൺസിലറിന്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ.